നമസ്കാരം. കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. കാരണം വർഷങ്ങളായി അധികാരത്തിൽ തുടരുകയും ശക്തമായ സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്തിൽ തുടർഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനവിധി കനത്ത തിരിച്ചടിയായി മാറി. മുന്നണിയുടെ സീറ്റുകൾ ഏകദേശം 35ലേക്കും ചുരുങ്ങിയതോടെ LDF പ്രതിപക്ഷ നിരയിലേക്ക് മാറിയപ്പോൾ അത് ഒരു സാധാരണ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ഫലമെന്നതിനേക്കാൾ ഏറെ ഗൗരവമുള്ള രാഷ്ട്രീയ സന്ദേശമാണ് നൽകിയത്. ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനം, തീരുമാനമെടുക്കുന്ന രീതി, മുന്നണിക്കുള്ളിലെ കക്ഷിബന്ധം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോടുള്ള സമീപനം എന്നിവയെല്ലാം തന്നെ വോട്ടർമാർ വിലയിരുത്തിയതിൻ്റെ ഫലമായിരുന്നു ഈ വിധിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പിണറായി വിജയനെ കേന്ദ്രീകരിച്ചായിരുന്നു LDFിൻ്റെ രാഷ്ട്രീയ പ്രചരണവും അതോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ മുഖച്ഛായയും രൂപപ്പെട്ടിരുന്നത്. സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വവുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ പരാജയങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ തന്നെ ഉത്തരവാദിത്വവും സ്വാഭാവികമായി അതേ നേതൃത്വത്തിലേക്കാണ് എത്തിയത്. തുടർഭരണം നേടിയതോടെ സർക്കാരിനകത്ത് ആത്മവിശ്വാസം വർദ്ധിച്ചെങ്കിലും ആ ആത്മവിശ്വാസം പല ഘട്ടങ്ങളിൽ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയായും ഭരണകക്ഷികളുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ അവഗണിക്കുന്ന സമീപനമായിട്ട് മാറിയെന്ന ആരോപണവും ഉയർന്നു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തേക്കാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർണായക കേന്ദ്രമായി മാറിയെന്ന വിമർശനവും ശക്തമായി. മുന്നണിയിലെ മറ്റു കക്ഷികൾക്ക് നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വതന്ത്ര അഭിപ്രായം പറയാനുള്ള ഇടം കുറഞ്ഞുവെന്നും സർക്കാർ തീരുമാനങ്ങൾ പലപ്പോഴും ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അന്തിമമായി അവതരിപ്പിക്കപ്പെട്ടുവെന്നും പ്രതിപക്ഷം മാത്രമല്ല ഇടതുപക്ഷത്തിനുള്ളിലെ ചില വിഭാഗങ്ങളും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ അസ്വാരസ്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തുറന്ന രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയെങ്കിലും വോട്ടെടുപ്പിനിടെ ജനങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഒന്നായി അത് പ്രവർത്തിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണത്തിൻ്റെ അവസാന വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധിയും വികസന പദ്ധതികളുടെയൊക്കെ തന്നെ മന്ദഗതിയുമൊക്കെ തന്നെ ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള അസഹിഷ്ണുതയുമൊക്കെ തന്നെ സർക്കാരിനെതിരെ ശക്തമായി ഉയർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടായതും അനുവദിച്ച തുകകളൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് ലഭിക്കാത്തതും ഗ്രാമപഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ഒക്കെ തന്നെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. റോഡ് നവീകരണം, കുടിവെള്ള വിതരണം, മാലിന്യ സംസ്കരണം, ക്ഷേമ പദ്ധതികൾ, ഭവന നിർമ്മാണം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ ജനങ്ങൾ ദിവസേന ആശ്രയിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ സാമ്പത്തിക പരിമിതികൾ നേരിട്ടപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിലേക്കാണ് നീങ്ങിയത്. പെൻഷൻ വിതരണമൊക്കെ തന്നെ വൈകിയതും വിലക്കയറ്റം സാധാരണ കുടുംബങ്ങളുടെ ബജറ്റിനെ ബാധിച്ചതുമൊക്കെ തന്നെ തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കളുടെ ആ ഒരു അസന്തോഷം വർദ്ധിച്ചതുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം മാറ്റി. സർക്കാരിൻ്റെ വലിയ പദ്ധതികളും വികസന പ്രഖ്യാപനങ്ങളും പ്രചരണ വേദികളിൽ പ്രധാനമായും അവതരിപ്പിച്ചെങ്കിലും ജനങ്ങളുടെ ദൈനംദിന അനുഭവങ്ങളുമായി അവയ്ക്ക് മതിയായ ബന്ധമില്ലെന്ന വിമർശനം ഉയർന്നു. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ ഭരണത്തോടുള്ള അകലം വർദ്ധിച്ചതോടെ ഇടതുപക്ഷം ഉറച്ച പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിലും അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടായി. പാർട്ടി സംഘടന ശക്തമായിരുന്ന പ്രദേശങ്ങളിൽ പോലും വോട്ടിൻ്റെ ചോർച്ച സംഭവിച്ചതോടെ പരാജയം ചില നേതാക്കളുടെ വ്യക്തിപരമായിട്ടുള്ള ദൗർബല്യത്തിലോ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവിലോ മാത്രം ഒതുക്കാനാവില്ലെന്ന തിരിച്ചറിവ് മുന്നണിക്കകത്ത് ശക്തമായി. പ്രചരണത്തിനിടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചെങ്കിലും ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിൽ പ്രാദേശിക നേതാക്കൾ പരാജയപ്പെട്ടുവെന്ന വിമർശനവും ഉയർന്നു. തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ തന്നെ പുറത്തു വന്നതോടെ സംഘടനാ റിപ്പോർട്ടുകളിലും മണ്ഡലം തല വിലയിരുത്തലുമൊക്കെ തന്നെ ഭരണത്തിൻ്റെ കേന്ദ്രീകൃത സ്വഭാവം, പൊതുജനങ്ങളുമായുള്ള ആശയവിനിമയത്തിലെ കുറവ്, പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസക്കുറവ്, ഘടകകക്ഷികളുമായിട്ടുള്ള ഏകോപനമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായിട്ടും ഉയർന്നു വന്നു. അതിനാൽ തന്നെ ഈ തോൽവി ഒരു മുന്നണിയുടെ അധികാരനഷ്ടം മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭരണരീതിയെയും നേതൃശൈലിയെയും ഒക്കെ തന്നെ അടിമുടി പരിശോധിക്കാൻ നിർബന്ധിതമാക്കിയ രാഷ്ട്രീയ സംഭവമായി മാറി. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വം എങ്ങനെ ക്രമീകരിക്കണമെന്നതാണ് LDFിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് സഭയിൽ എത്തുന്നുവെന്ന സാഹചര്യം മുന്നണിയുടെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായി മാറി. 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന നേതാവെന്ന നിലയിൽ ഭരണപരിചയവും സഭയിലെ ദീർഘകാല സാന്നിധ്യവും അദ്ദേഹത്തിന് ശക്തമായ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി വേർതിരിച്ചു നിർത്താനായിട്ട് കഴിയില്ലെന്ന അഭിപ്രായവും മുന്നണിക്കകത്ത് നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലേക്ക് CPI ശക്തമായ അവകാശവാദം ഇപ്പോൾ ഉന്നയിക്കുന്നത്. LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ നിയമസഭയിലെ 2ാം സ്ഥാനവും തങ്ങൾക്ക് ലഭിക്കണമെന്നാണ് പാർട്ടിയുടെ വാദം. എന്നാൽ ഈ ആവശ്യം ഔപചാരികമായ സ്ഥാന വിഭജനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, മുന്നണിക്കുള്ളിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം വീണ്ടും ഉറപ്പിക്കാനും നയപരമായ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തമായ ഇടപെടൽ നടത്താനും CPI ഈ അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ സർക്കാരുകളുടെയൊക്കെ തന്നെ കാലത്ത് മന്ത്രിസഭയിൽ CPIക്ക് പ്രധാന വകുപ്പുകൾ ലഭിച്ചിരുന്നെങ്കിലും പല നിർണായക തീരുമാനങ്ങളിലും പാർട്ടിയുടെ നിലപാടുകൾ വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ലെന്ന പരാതി സംഘടനയ്ക്കുള്ളിൽ നിലനിന്നിരുന്നു. വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതി ഉൾപ്പെടെ ചില വിഷയങ്ങളിൽ CPI പരസ്യമായോ പരോക്ഷമായോ വ്യത്യസ്ത സമീപനം സ്വീകരിച്ചതും
മുന്നണിയിലെ തിരുത്തൽ ശക്തിയായിട്ട് നിലകൊള്ളാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കാണപ്പെട്ടത്. എന്നാൽ ഭരണത്തിൻ്റെ ഘടനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ടായിരുന്ന മേൽക്കോയ്മ കാരണം ആ എതിർപ്പുകൾ പലപ്പോഴും നയപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരാനായില്ല. ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിയമസഭയ്ക്കുള്ളിൽ സ്വതന്ത്രമായിട്ടുള്ള ശബ്ദമായി പ്രവർത്തിക്കാനും പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കാനും ഉപനേതൃസ്ഥാനം സഹായിക്കുമെന്നാണ് CPIയുടെ കണക്കുകൂട്ടൽ. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പരിചയത്തിന് ഒപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ നേതൃശൈലിക്ക് ആവശ്യമായപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നേതാവായിരിക്കണം ഉപനേതാവെന്ന അഭിപ്രായവും പാർട്ടിക്കകത്ത് ഇപ്പോൾ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് മുൻ റവന്യൂ മന്ത്രി K രാജൻ്റെ പേര് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മന്ത്രി എന്ന നിലയിൽ ദുരന്ത നിവാരണവും റവന്യൂ ഭരണവും ഭൂമി സംബന്ധമായ വിഷയങ്ങളും കൈകാര്യം ചെയ്ത അനുഭവം അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്നു. പ്രളയം, പ്രകൃതി ദുരന്തം, ഭൂമി പ്രശ്നങ്ങൾ, പട്ടയ വിതരണം തുടങ്ങിയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടതിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തനക്ഷമനായിട്ടുള്ള നേതാവെന്ന പ്രതിച്ഛായ അദ്ദേഹം നേടിയിട്ടുണ്ട്. നിയമസഭയിലെ പ്രസംഗ ശൈലി, അതോടൊപ്പം തന്നെ വിഷയങ്ങളെ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ്, പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി നൽകാനുള്ള ശേഷി എന്നിവയും ഉപനേതൃത്വ സ്ഥാനത്തേക്കുള്ള സാധ്യത അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നുള്ള വിജയവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയുടെ തെളിവായി പാർട്ടിയിലെ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സംസ്ഥാന തലത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടും സ്വന്തം മണ്ഡലത്തിൽ സംഘടനാ കരുത്തും അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഉപയോഗിച്ച് വിജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറ വ്യക്തമാക്കുന്നതായാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ ഉപനേതാവ് കേവലം സഭയിലെ ഔപചാരിക സ്ഥാനമല്ലെന്നും ദിവസേന സർക്കാരിനെ ചോദ്യം ചെയ്യുകയും ബജറ്റ്, നിയമനിർമ്മാണം, വികസന നയം, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള പദവിയാണെന്നും CPI നേതൃത്വം തിരിച്ചറിയുകയാണ്. ഈ ചുമതല നിർവഹിക്കാൻ ഭരണപരിചയവും വാക്ചാതുര്യവും സംഘടനാ ബന്ധവും ഒരുമിച്ചുള്ള നേതാവാണ് വേണ്ടതെന്ന വാദം K രാജനെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വയ്ക്കുകയാണ്. പിണറായി വിജയൻ്റെ ശക്തമായ വ്യക്തിപ്രഭാവത്തിൽ CPIയുടെ ശബ്ദം വീണ്ടും മങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ സഭയിൽ വ്യക്തമായ നിലപാടുകൾ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് അവരുടെ നിലപാട്. അതേസമയം K രാജൻ്റെ പേര് മുന്നിൽ നിൽക്കുന്നുവെന്നത് അതുകൊണ്ട് മാത്രം അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയെന്നർത്ഥമില്ല. സംഘടനയിലെ മുതിർന്നത്വം, അതോടൊപ്പം തന്നെ പ്രാദേശിക സമവാക്യം, പാർട്ടി വിഭാഗങ്ങളുടെ പിന്തുണ, ഭാവിയിലെ നേതൃമാറ്റം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. K രാജനോടൊപ്പം തന്നെ മുൻ കൃഷിമന്ത്രി P പ്രസാദും മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലും ഉപനേതൃസ്ഥാനത്തിനായുള്ള ചർച്ചയിൽ സജീവമാണ്. കൃഷിവകുപ്പ് കൈകാര്യം ചെയ്ത കാലത്ത് കർഷക പ്രശ്നങ്ങൾ, കാർഷിക ഉൽപ്പന്നം വിപണന സംവിധാനം, ജൈവകൃഷി, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട നേതാവെന്ന നിലയിൽ P പ്രസാദിന് പാർട്ടിക്കകത്തും പുറത്തും ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ആശയപരമായ വ്യക്തതയും പാർട്ടി നിലപാടുകൾ തുറന്നു പറയുന്ന ശൈലിയും അദ്ദേഹത്തിൻ്റെ ശക്തിയായി കണക്കാക്കപ്പെടുന്നു. പ്രതിപക്ഷ നിരയിൽ സർക്കാരിനെതിരെ നയപരമായിട്ടുള്ള വിമർശനം ഉയർത്താനും ഇടതുപക്ഷത്തിൻ്റെ ആശയപരമായിട്ടുള്ള വ്യത്യാസം അത് വ്യക്തമായി അവതരിപ്പിക്കാനും P പ്രസാദിന് കഴിവുണ്ടെന്ന അഭിപ്രായം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറുവശത്താകട്ടെ GR അനിൽ മന്ത്രിയായിരുന്ന കാലത്ത് പൊതുവിതരണ സംവിധാനം, അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ, സപ്ലൈകോ വിലക്കയറ്റ നിയന്ത്രണം തുടങ്ങിയ ജനങ്ങളുടെയൊക്കെ തന്നെ ദൈനംദിന ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്ത അനുഭവമുള്ള നേതാവാണ്. തെരഞ്ഞെടുപ്പിൽ കടുത്ത രാഷ്ട്രീയ മത്സരം അതിജീവിച്ച് സഭയിൽ തിരിച്ചെത്തിയതും അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിന് ശക്തി നൽകുന്നു. തലസ്ഥാന മേഖലയിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിലും സംഘടനയിൽ ദീർഘകാലം പ്രവർത്തിച്ച നേതാവെന്ന നിലയിലുമൊക്കെ തന്നെ GR അനിലിൻ്റെ പേരിന് പ്രത്യേക പരിഗണനയും ലഭിക്കുന്നുണ്ട്. മൂന്ന് നേതാക്കൾക്കും മന്ത്രിപരിചയവും നിയമസഭാ പരിചയവുമൊക്കെ സംഘടനാ പിന്തുണയും ഉള്ളതിനാൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് നേതൃത്വത്തിന് എളുപ്പമാകില്ല. പ്രാദേശിക സന്തുലനം ഉറപ്പാക്കണോ അതോ കൂടുതൽ ജനകീയനായിട്ടുള്ള നേതാവിനെ തിരഞ്ഞെടുക്കണമോ, ആശയപരമായിട്ട് ശക്തമായിട്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് അവസരം നൽകണമോ, സഭയിലെ പ്രകടനം പ്രധാന മാനദണ്ഡമാക്കണോ എന്നതിലൊക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കകത്തെ വിഭാഗീയത സമവാക്യങ്ങളും ഭാവിയിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയരാൻ സാധ്യതയുള്ള നേതാക്കളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുമൊക്കെ തന്നെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. ഉപനേതൃസ്ഥാനം ലഭിക്കുന്ന വ്യക്തി അടുത്ത 5 വർഷം സഭയിലെ പ്രധാന മുഖമായി മാറുമെന്നതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് CPIയുടെ ഭാവി നേതൃശുദ്ധീകരണത്തെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ പുതിയ UDF സർക്കാരിൻ്റെയും നയങ്ങളെയും ബജറ്റ് തീരുമാനങ്ങളെയുമൊക്കെ ഭരണ നടപടികളെയുമൊക്കെ നേരിടുക എന്നത് LDFനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു വെല്ലുവിളി തന്നെയാണ്. അധികാരത്തിൽ ഇരുന്ന കാലത്തെ തീരുമാനങ്ങൾ പ്രതിപക്ഷം ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നു. പുതിയ സർക്കാരിൻ്റെ മുൻ ഭരണത്തിൻ്റെ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ സാധ്യതയുള്ളതാണ്. LDFന് പ്രതിരോധാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഒതുങ്ങാതെ പുതിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും. ജനക്ഷേമ പദ്ധതികളിലെ മാറ്റം, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക വിഹിതം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ നയമാറ്റങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നില, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെ നിരന്തരം ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതൃത്വത്തിന് ഉണ്ടാകും. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ അനുഭവം ഈ പോരാട്ടത്തിന് സഹായകരമാകുമെങ്കിലും മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും തുല്യമായ പങ്കാളിത്തം നൽകാതെ പഴയ രീതിയിൽ തന്നെ നേതൃത്വം മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന വിമർശനം വീണ്ടും ഉയരുമെന്ന ആശങ്കയുണ്ട്.
അതിനാൽ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമായിട്ടുള്ള സ്ഥാനനിർണ്ണയമായി മാത്രം ഇവിടെ കാണാൻ കഴിയില്ല. LDF പുതിയ കാലഘട്ടത്തിൽ കൂട്ടായ നേതൃത്വത്തിലേക്ക് മാറുമോ, ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമോ, പിണറായി വിജയനെ കേന്ദ്രീകരിച്ച രാഷ്ട്രീയ രീതിയിൽ നിന്നൊക്കെ തന്നെ ഒരു തിരുത്തൽ വരുത്തുമോ എന്നതിൻ്റെയൊക്കെ തന്നെ ആദ്യ പരീക്ഷണമായിരിക്കും ഈ ഒരു തീരുമാനം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്, സംസ്ഥാന കൗൺസിൽ തുടങ്ങിയ സംഘടനാ വേദികളിൽ വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. K. രാജൻ, P. പ്രസാദ്, GR അനിൽ എന്നിവരിൽ ആരെ തിരഞ്ഞെടുത്താലും അദ്ദേഹത്തിന് CPIയുടെ മാത്രം പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നതിലുപരിയായിട്ട് LDFിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. നിയമസഭയിൽ സർക്കാരിനെ ഫലപ്രദമായിട്ട് നേരിടുന്നതിനൊപ്പം തന്നെ മുന്നണിക്കുള്ളിൽ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾ ശക്തിപ്പെടുത്തുകയും കഴിഞ്ഞ ഭരണകാലത്തെ പിഴവുകൾ തുറന്ന് വിലയിരുത്തുകയും ജനങ്ങളുമായിട്ട് നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള CPIയുടെ തീരുമാനം അത് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കമായി മാറുകയാണ്.